1 മക്കബായർ അധ്യായം 14. 172 ആണ്ടിൽ ദമത്രിയുസ് രാജാവ് ട്രിഫോയ്ക്കെതിരെ യുദ്ധം ചെയ്യാനാവശ്യമായ സഹായം ഉറപ്പുവരുത്താൻ സൈന്യസമേതം മെദിയായിലേക്ക് പുറപ്പെട്ടു. ദമത്രിയുസ് രാജ്യാതിർത്തി ലംഘിച്ചുവെന്ന് കേട്ട് പേർഷ്യയുടെയും മെദിയായുടെയും രാജാവായ അർസാക്കസ് അവനെ ജീവനോടെ പിടികൂടാൻ തൻ്റെ സൈന്യാധിപന്മാരിൽ ഒരുവനെ അയച്ചു. അവൻ പോയി ദമത്രിയൂസിൻ്റെ സൈന്യത്തെ തോൽപ്പിച്ച് അവനെ ബന്ധനസ്ഥനാക്കി അർസാക്കസിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അർസാക്കസ് അവനെ തടവിലാക്കി. ശിമെയോൻ്റെ നാളുകളിൽ ദേശത്ത് ശാന്തിയുണ്ടായിരുന്നു. ജനക്ഷേമമാണ് അവൻ തേടിയിരുന്നത്. അവൻ്റെ ഭരണം അവരെ സംപ്രീതരാക്കി. അവൻ്റെ ജീവിതകാലം മുഴുവൻ അവർ അവനോട് ആദരം പ്രകടിപ്പിച്ചു. ജോപ്പായെ തുറമുഖമാക്കുകയും ദ്വീപുകളിലേക്ക് മാർഗം തുറക്കുകയും ചെയ്തുകൊണ്ട് അവൻ തൻ്റെ മഹത്വത്തിന് മകുടം ചാർത്തി. അവൻ രാജ്യാതിർത്തികൾ വിസ്തൃതമാക്കുകയും രാജ്യം പൂർണ്ണ നിയന്ത്രണത്തിൽ വരുത്തുകയും ചെയ്തു. അവൻ അസംഖ്യം തടവുകാരെ സമ്പാദിച്ചു. ഗസറായും ബേത്സൂറും കോട്ടയും അവൻ തൻ്റെ ഭരണത്തിന് കീഴിലാക്കുകയും അവിടെ നിന്ന് മ്ലേച്ഛതകൾ നീക്കിക്കളയുകയും ചെയ്തു. അവനെ എതിർക്കാൻ ആരുമുണ്ടായില്ല. സമാധാനത്തോടെ അവർ നിലമുഴുതു. ഭൂമി ധാരാളം വിളവ് നൽകി. സമതലത്തിലെ വൃക്ഷങ്ങൾ അവയുടെ ഫലങ്ങളും. വൃദ്ധന്മാർ നിരത്തുകളിൽ കൂടിയിരുന്ന് തങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് സംസാരിച്ചു. യുവാക്കൾ പ്രൗഢവും യുദ്ധോചിതവുമായ വസ്ത്രങ്ങൾ അണിഞ്ഞു. നഗരങ്ങളെ അവൻ പ്രതിരോധ സജ്ജമാക്കുകയും അവയിൽ ആഹാരം വിതരണം ചെയ്യുകയും ചെയ്തു. അവൻ്റെ ഖ്യാതി ഭൂമിയുടെ അതിർത്തികളോളം വ്യാപിച്ചു. അവൻ ദേശത്ത് സമാധാനം സ്ഥാപിച്ചതിനാൽ ഇസ്രായേൽ അത്യധികം ആഹ്ലാദിച്ചു. ഓരോരുത്തരും തങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരങ്ങളുടെ ചുവട്ടിലും ഇരുന്നു. അവരെ ഭയപ്പെടുത്താൻ ആരുമുണ്ടായിരുന്നില്ല. അവർക്കെതിരെ പടവെട്ടാൻ ദേശത്താരും അവശേഷിച്ചില്ല. അന്നാളുകളിൽ രാജാക്കന്മാർ തകർക്കപ്പെട്ടിരുന്നു. അവൻ ജനത്തിലെ എളിയവർക്ക് സംരക്ഷണം നൽകി. നിയമപാലനത്തിൽ ശ്രദ്ധിക്കുകയും നിയമനിഷേധകരെയും ദുഷ്ടന്മാരെയും നശിപ്പിക്കുകയും ചെയ്തു. അവൻ ദേവാലയത്തിൻ്റെ പ്രൗഢി വർദ്ധിപ്പിക്കുകയും വിശുദ്ധ സ്ഥലത്തെ പാത്രങ്ങളുടെ എണ്ണം കൂട്ടുകയും ചെയ്തു. ജോനാഥാൻ്റെ മരണവാർത്ത റോമായിലും സ്പാർത്തായിലും എത്തി. അവർ അഗാധമായി ദുഃഖിച്ചു. ജോനാഥാൻ്റെ സ്ഥാനത്ത് അവൻ്റെ സഹോദരൻ ശിമെയോൻ പ്രധാന പുരോഹിതനായി എന്നും രാജ്യവും അതിലെ നഗരങ്ങളും അവൻ്റെ അധീനതയിലാണെന്നും അവരറിഞ്ഞു. അവൻ്റെ സഹോദരന്മാരായ യൂദാസും ജോനാഥാനുമായി ഉണ്ടായിരുന്ന സൗഹൃദവും സഖ്യവും ശിമെയോനുമായി പുതുക്കിക്കൊണ്ട് അവർ പിച്ചളഫലകത്തിൽ അവൻ എഴുതി. ഇത് ജെറുസലമിലെ സമൂഹത്തിൻ്റെ മുൻപാകെ വായിക്കപ്പെട്ടു. സ്പാർത്താക്കാരയച്ച കത്തിൻ്റെ പകർപ്പാണ് ഇത്. പ്രധാന പുരോഹിതനായ ശിമെയോനും ശ്രേഷ്ഠന്മാർക്കും പുരോഹിതന്മാർക്കും ഞങ്ങളുടെ സഹോദരരായ മറ്റു യഹൂദർക്കും സ്പാർത്താ നഗരത്തിൻ്റെയും അധിപന്മാരുടെയും അഭിവാദനം. ഞങ്ങളുടെ അടുക്കിലേക്ക് അയച്ച ദൂതന്മാർ നിങ്ങളുടെ മഹിമപ്രതാപങ്ങളെക്കുറിച്ച് ഞങ്ങളോട് വിവരിച്ചു പറഞ്ഞു. അവരുടെ ആഗമനം ഞങ്ങളിൽ സന്തുഷ്ടി ഉളവാക്കി. അവർ പറഞ്ഞതെല്ലാം ഞങ്ങൾ പൊതുയോഗക്കുറിപ്പുകളുടെ പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദദൂതന്മാരായ അന്ത്യോക്കസിൻ്റെ മകൻ നൊമേനിയോസും ജാസന്റെ മകൻ അന്തിപാത്രം ഞങ്ങളുമായുള്ള സൗഹൃദം പുതുക്കുന്നതിന് ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. അവരെ ബഹുമാന പുരസ്സരം സ്വീകരിക്കാൻ ഞങ്ങളുടെ ജനം താൽപ്പര്യം കാണിച്ചു. അവരുടെ സന്ദേശത്തിൻ്റെ ഒരു പകർപ്പ് സ്പാർത്താക്കാർക്ക് പിന്നീട് പരിശോധിക്കുന്നതിന് പൊതുരേഖാ ശേഖരശാലയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ ശിമെയോന് അവർ അയച്ചു കൊടുത്തു. അനന്തരം റോമാക്കാരുമായുള്ള സഖ്യം ഉറപ്പിക്കുന്നതിന് 1000 മീന തൂക്കമുള്ള
വലിയൊരു സുവർണ പരിചയമായി നുമേനിയൂസിനെ ശിമെയോൻ റോമായിലേക്ക് അയച്ചു. ഇത് കേട്ട് ജനം പറഞ്ഞു, ശിമെയോനോടും പുത്രന്മാരോടും നാം എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും? അവനും അവൻ്റെ സഹോദരന്മാരും പിതൃഭവനവും ഉറച്ചു നിൽക്കുകയും ഇസ്രായേലിൻ്റെ ശത്രുവിനെതിരെ പൊരുതി അവരെ തുരത്തുകയും രാജ്യത്തിൽ സ്വാതന്ത്ര്യം സുസ്ഥാപിതമാക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം അവർ പിത്തളഫലകത്തിൽ രേഖപ്പെടുത്തി സിയോൻ മലയിൽ സ്തംഭങ്ങളിൽ സ്ഥാപിച്ചു. അവർ എഴുതിയിരുന്നതിൻ്റെ പകർപ്പ് ഇതാണ്: 172 ആണ്ട്, അതായത് സമുന്നതനായ പ്രധാന പുരോഹിതൻ ശിമെയോൻ്റെ 3-ാം ഭരണവർഷം ഏലൂൾ മാസം 18-ാം ദിവസം അസരമേലിൽ പുരോഹിതന്മാരുടെയും ജനത്തിൻ്റെയും ഭരണാധിപന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും മഹാസഭയിൽ ഈ വിളംബരം പുറപ്പെടുവിച്ചു. രാജ്യം തുടരെ യുദ്ധത്തിനടിപ്പെട്ടുകൊണ്ടിരിക്കെ യോയാറിബിൻ്റെ വംശത്തിൽപ്പെട്ട പുരോഹിതനായ മത്താത്യാസിൻ്റെ മകൻ ശിമെയോനും സഹോദരന്മാരും ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് വിശുദ്ധ മന്ദിരവും നിയമവും കാത്തുസൂക്ഷിക്കുന്നതിനായി രാജ്യത്തിൻ്റെ ശത്രുക്കളോട് എതിരിട്ടു. അവർ രാജ്യത്തിന് പ്രതാപം നേടിത്തന്നു. ജോനാഥാൻ ജനത്തിന് കെട്ടുറപ്പ് നൽകുകയും പ്രധാന പുരോഹിതനാവുകയും ചെയ്തു. അവസാനം അവൻ പിതാക്കന്മാരോട് ചേർന്നു. രാജ്യത്തെ ആക്രമിക്കുന്നതിനും വിശുദ്ധ സ്ഥലം പിടിച്ചടക്കുന്നതിനും ശത്രുക്കൾ ശ്രമിച്ചപ്പോൾ ശിമെയോൻ തൻ്റെ രാജ്യത്തിനു വേണ്ടി പൊരുതി രാജ്യത്തിൻ്റെ സേനകൾക്ക് ആയുധവും വേതനവും നൽകാൻ അവൻ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് വലിയ സംഖ്യ ചെലവഴിച്ചു. യൂദായിലെ നഗരങ്ങളും അതിൻ്റെ അതിർത്തിയിലുള്ളതും മുൻപ് ശത്രുക്കൾ ആയുധം ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നതുമായ ബെത്സൂറും സുരക്ഷിതമാക്കുകയും അവിടെ യഹൂദ കാവൽ സൈന്യത്തെ നിയോഗിക്കുകയും ചെയ്തു. അവൻ കടൽ തീരത്തുള്ള ജോപ്പായും അസോത്തൂസിൻ്റെ അതിർത്തിയിലുള്ളതും മുൻപ് ശത്രുക്കൾ അധിവസിച്ചിരുന്നതുമായ ഗസറായും സുരക്ഷിതമാക്കി. അവിടെ യഹൂദരെ പാർപ്പിക്കുകയും നഗരങ്ങളുടെ പുനരുദ്ധാരണത്തിന് ആവശ്യമായതെല്ലാം അവർക്ക് നൽകുകയും ചെയ്തു. ശിമെയോൻ്റെ വിശ്വസ്തതയും രാജ്യത്തിന് അവൻ നേടിക്കൊടുക്കാൻ ഉറച്ച പ്രതാപവും ജനം മനസ്സിലാക്കി. അവൻ്റെ ചെയ്തികളും അവൻ ജനത്തോട് പുലർത്തിയ നീതിയും വിശ്വസ്തതയും കണക്കിലെടുത്തും എല്ലാവിധത്തിലും ജനത്തെ പ്രതാപത്തിലേക്ക് നയിക്കുന്നതിന് അവൻ നടത്തിയ പരിശ്രമങ്ങളെ പരിഗണിച്ചും അവർ അവനെ തങ്ങളുടെ നേതാവും പുരോഹിതനുമാക്കി. അവൻ്റെ നേതൃത്വത്തിൽ ജനത്തിന് ഉത്കർഷമുണ്ടായി. അവൻ വിജാതീയരെ രാജ്യത്തു നിന്ന് തുരത്തി. അതുപോലെ ജെറുസലമിൽ ദാവീദിൻ്റെ നഗരത്തിൽ തങ്ങൾക്കായി കോട്ട കെട്ടുകയും അതിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ സ്ഥലത്തിൻ്റെ പരിസരങ്ങൾ അശുദ്ധമാക്കുകയും അതിൻ്റെ വിശുദ്ധിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരുന്നവരെ അവൻ ഓടിച്ചു. അവൻ അവിടെ യഹൂദരെ പാർപ്പിക്കുകയും രാജ്യത്തിൻ്റെയും നഗരത്തിൻ്റെയും സുരക്ഷിതത്വത്തിനു വേണ്ടി അതിനെ സുശക്തമാക്കുകയും ജെറൂസലമിൻ്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുകയും ചെയ്തു. ഇതിൻ്റെ വെളിച്ചത്തിൽ ദെമത്രിയൂസ് രാജാവ് അവനെ പ്രധാന പുരോഹിതനായി സ്ഥിരപ്പെടുത്തി. അവനെ രാജമിത്രങ്ങളിൽ ഒരുവനാക്കുകയും അവന് വലിയ ബഹുമതികൾ നൽകുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ റോമാക്കാർ യഹൂദരെ സുഹൃത്തുക്കളും സഖ്യകക്ഷികളും സഹോദരരുമായി പരിഗണിച്ചിരുന്നുവെന്നും ശിമെയോൻ്റെ ദൂതന്മാരെ അവർ ബഹുമാന പുരസ്സരം സ്വീകരിച്ചുവെന്നും അവൻ കേട്ടിരുന്നു. വിശ്വസനീയമായ ഒരു പ്രവാചകന്റെ ആവിർഭാവം വരെ ശിമെയോൻ നേതാവും പ്രധാന പുരോഹിതനുമായിരിക്കട്ടെ എന്ന് യഹൂദരും പുരോഹിതരും തീരുമാനിച്ചു. അവൻ അവരുടെ ഭരണാധികാരിയായിരിക്കുകയും വിശുദ്ധ സ്ഥലത്തിൻ്റെ ചുമതല വഹിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. അതിലെ ശുശ്രൂഷകൾക്കും രാജ്യത്തിൻ്റെയും ആയുധങ്ങളുടെയും ശക്തിദുർഗങ്ങളുടെയും മേൽനോട്ടത്തിനും ആളുകളെ നിയമിക്കേണ്ടതും അവനായിരുന്നു. സകലരും അവനെ അനുസരിക്കണം. രാജ്യത്ത് എഴുതപ്പെടുന്ന കരാറുകളെല്ലാം അവൻ്റെ നാമത്തിലായിരിക്കണം. അവൻ രാജകീയ വസ്ത്രം ധരിക്കുകയും സ്വർണ്ണാഭരണം അണിയുകയും വേണം. ജനങ്ങളിലോ പുരോഹിതന്മാരിലോ ആരും ഈ തീരുമാനങ്ങളിലൊന്നും അസാധുവാക്കുകയോ അവൻ്റെ വാക്കുകൾ ധിക്കരിക്കുകയോ അവൻ്റെ അനുവാദം കൂടാതെ
രാജ്യത്ത് സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുകയോ രാജകീയ വസ്ത്രം ധരിക്കുകയോ സ്വർണ്ണക്കൊളുത്ത് അണിയുകയോ ചെയ്യാൻ പാടില്ല. ഈ തീരുമാനത്തിനെതിരെ പ്രവർത്തിക്കുകയോ അവയിൽ ഏതെങ്കിലും ഒന്ന് അസാധുവാക്കുകയോ ചെയ്യുന്നവൻ ശിക്ഷാർഹനായിരിക്കും. ഈ തീരുമാനങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കാനുള്ള അവകാശം ശിമെയോന് നൽകുന്നതിന് ജനം സമ്മതിച്ചു. പ്രധാന പുരോഹിതനും യഹൂദജനത്തിൻ്റെയും പുരോഹിതന്മാരുടെയും അധിപനും സംരക്ഷകനുമായിരിക്കാമെന്ന് ശിമെയോൻ ഏറ്റു. ഈ കൽപ്പന പിത്തളത്തകിടിൽ ആലേഖനം ചെയ്ത് ദേവാലയത്തിൻ്റെ പരിസരത്ത് ശ്രദ്ധേയമായൊരു സ്ഥലത്ത് സ്ഥാപിക്കാൻ അവർ നിർദ്ദേശം നൽകി. ശിമെയോനും പുത്രന്മാർക്കും ലഭ്യമാകേണ്ടതിന് അതിൻ്റെ ഒരു പകർപ്പ് ഭണ്ഡാരത്തിൽ സൂക്ഷിക്കാൻ അവർ ആജ്ഞാപിച്ചു. Chapter 14. In the year 172, King Demetrius assembled his army and marched into Media to obtain help so that he could fight Trypho. When Arsaces, king of Persia and Media, heard that Demetrius had invaded his territory, he sent one of his generals to take him alive. The general went forth and defeated the army of Demetrius. He captured him and brought him to Arsaces, who put him in prison. The land was at rest all the days of Simon, who sought the good of his nation. His people were delighted with his power and his magnificence throughout his reign. As his crowning glory, he captured the port of Joppa and made it a gateway to the isles of the seas. He enlarged the borders of his nation and gained control of the country. He took many enemies prisoners of war and made himself master of Gizara, Bethzur, and the citadel. He cleansed the citadel of its impurities. There was no one to withstand him. The people cultivated their land in peace. The land yielded its produce, and the trees of the field their fruit. Old men sat in the squares, all talking about the good times, while the young men wore the glorious apparel of war. He supplied the cities with food, and equipped them with means of defense, till his glorious name reached the ends of the earth. He brought peace to the land, and Israel was filled with happiness. Every man sat under his vine and his fig tree, with no one to disturb him. No one was left to attack them in their land. The kings in those days were crushed. He strengthened all the lowly among his people, and was zealous for the law. He suppressed all the lawless and the wicked. He made the temple splendid, and enriched its equipment. When people heard in Rome, and even in Sparta, that Jonathan had died, they were deeply grieved. But when the Romans heard that his brother Simon had been made high priest in his place, and was master of the country and the cities, they sent him inscribed tablets of bronze to renew with him the friendship and alliance that they had established with his brothers Judas and Jonathan. These were read before the assembly in Jerusalem. This is a copy of the letter that the Spartans sent. The rulers and the citizens of Sparta send greetings to Simon the high priest. The elders, the priests, and the rest of the Jewish people are brothers. The envoys you sent to our people have informed us of your glory and fame, and we were happy that they came. In accordance with what they said, we have recorded the following in the public decrees. Since Numenius, son of Antiochus, and Antipater, son of Jason, envoys of the Jews, have come to us to renew their friendship with us, the people have voted to receive the men with honor, and to deposit a copy of their words in the public archives, so that the people of Sparta may have a record of them. A copy of this decree has been made for Simon the high priest. After this, Simon sent Numenius to Rome with a great gold shield weighing 1,000 minas to confirm the alliance with the Romans. When the people heard of these things, they said, "How can we thank Simon and his sons? He and his brothers and his father's house have stood firm and repulsed Israel's enemies. They have thus preserved its liberty." So they made an inscription on bronze tablets, which they affixed to pillars on Mount Zion. The following is a copy of the inscription. On the 18th day of Elul, in the year 172, that is the 3rd year under Simon the high priest in Asaramel, in a great assembly of priests, people, rulers of the nation, and elders of the country, the following proclamation was made.
Since there have often been wars in our country, Simon, son of the priest Mattathias, descendant of Joarib, and his brothers have put themselves in danger and resisted the enemies of their nation, so that their sanctuary and law might be maintained, and they have thus brought great glory to their nation. After Jonathan had rallied his nation and become their high priest, he was gathered to his kinsmen. When the enemies of the Jews sought to invade and devastate their country and to lay hands on their temple, Simon rose up and fought for his nation, spending large sums of his own money to equip the men of his nation's armed forces, and giving them their pay. He fortified the cities of Judea, especially the frontier city of Besur, where he stationed a garrison of Jewish soldiers, and where previously the enemy's arms had been stored. He also fortified Joppa by the sea and Gazara on the border of Azotus, a place previously occupied by the enemy. These cities he resettled with Jews, and furnished them with all that was necessary for their restoration. When the Jewish people saw Simon's loyalty and the glory he planned to bring to his nation, they made him their leader and high priest because of all he had accomplished, and the loyalty and justice he had shown his nation. In every way he sought to exalt his people. In his time and under his guidance they succeeded in driving the Gentiles out of their country, especially those in the city of David in Jerusalem, who had built for themselves a citadel from which they used to sally forth to defile the environs of the temple and inflict grave injury on its purity. In this citadel he stationed Jewish soldiers, and he strengthened its fortifications for the defense of the land and the city, while he also raised the wall of Jerusalem to a greater height. Consequently, King Demetrius confirmed him in the high priesthood, made him one of his friends, and conferred the highest honors on him. He had indeed heard that the Romans had addressed the Jews as friends, allies, and brothers, and that they had received Simon's envoys with honor. The Jewish people and their priest have therefore made the following decisions. Simon shall be their permanent leader and high priest until a true prophet arises. He shall act as governor-general over them, and shall have charge of the temple, to make regulations concerning its functions, and concerning the country, its weapons and strongholds. He shall be obeyed by all. All contracts made in the country shall be dated by his name. He shall have the right to wear royal purple and gold ornaments. It shall not be lawful for any of the people or priests to nullify any of these decisions, or to contradict the orders given by him, or to convene an assembly in the country without his consent, to be clothed in royal purple, or wear an official gold brooch. Whoever acts otherwise or violates any of these prescriptions shall be liable to punishment. All the people approved of granting Simon the right to act in accord with these decisions, and Simon accepted and agreed to act as high priest, governor-general, and ethnarch of the Jewish people and priests, and to exercise supreme authority over all. It was decreed that this inscription should be engraved on bronze tablets, to be set up in a conspicuous place in the precincts of the temple, and that copies of it should be deposited in the treasury, where they would be available to Simon and his sons.